ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ കോഡിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന എക്കണോമിയിൽ ബാങ്കിങ് എന്ന ഭാഗത്ത് നിന്നും സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, SDF സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, NDTL നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്കിന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കണക്ട് ചെയ്ത് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിരുന്നാലും കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിലെ റിസർവ് ബാങ്കിന്റെ അണ്ടറിലുള്ള പലതരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടല്ലേ. SBI, IOB, ബാങ്ക് ഓഫ് ബറോഡ, ICICI, ആക്സിസ് ബാങ്ക്, HDFC അല്ലെ, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഈ ബാങ്കുകളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെയൊക്കെ പ്രധാനപ്പെട്ട വരുമാനം എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ രണ്ട് തരത്തിലായിരിക്കും ഈ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. ഒന്ന്, നമ്മുടെ പണം ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ. മറിച്ച് രണ്ടാമത്, ആ ബാങ്കിൽ നിന്നും നമ്മുടെ ആവശ്യത്തിനായിട്ട് ലോൺ എടുക്കാൻ. അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഈ ബാങ്കുകളെ ആശ്രയിക്കാറുള്ളത്. അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാശ് അത് രണ്ട് തരത്തിലുണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും അവിടെ നിന്ന് പിൻവലിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സാലറി അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, പിന്നെ കറണ്ട് അക്കൗണ്ടിലൊക്കെ ഉള്ള എമൗണ്ട് നമുക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ ATM നിന്ന് വലിക്കാനായിട്ട് കഴിയും. അതിനെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. എങ്കിൽ ഒരു നിശ്ചിത കാലാവധിയിൽ നമ്മൾ നമ്മുടെ പണം ഫിക്സഡ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ പണത്തിന് ബാങ്ക് നമുക്ക് പലിശ നൽകുകയും ചെയ്താൽ അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകൾ രണ്ട് വിധം ഞാൻ പറഞ്ഞു. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്കൊരു ഫ്രണ്ട് കാശ് അയച്ചു തന്നു, നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ സാലറി അക്കൗണ്ടിൽ നമുക്ക് സാലറി ക്രെഡിറ്റ് ആയി, നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, എപ്പോ വേണമെങ്കിലും പിൻവലിക്കാം. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തെന്നാൽ നമ്മൾ പലിശയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ ഇത്ര കാലാവധി 5 വർഷത്തേക്ക് ഞാൻ 1 ലക്ഷം രൂപ വെച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ 1 ലക്ഷം രൂപയ്ക്ക് ഫോർ എക്സാമ്പിൾ ബാങ്ക് എനിക്ക് 6% പലിശ നൽകുന്നു എന്നുണ്ടെങ്കിൽ ഈ 5 വർഷവും ഞാൻ പലിശ മേടിക്കും. സപ്പോസ് അതിനു മുന്നേ എനിക്ക് ആ പണം പിൻവലിക്കേണ്ടി വന്നാൽ ബാങ്കിന് ഫൈനും കൊടുക്കേണ്ടി വരും എന്ന് ഓർത്തോളൂ. എങ്കിൽ ജനങ്ങൾ ബാങ്കിനെ ആശ്രയിക്കുന്നത്, വായ്പ എടുക്കാനായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിലോ ആ വായ്പയ്ക്ക് പലിശ കൂടുതലായിരിക്കും എന്നും ഓർത്തോളൂ. ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള ലോണുകൾ ജനങ്ങൾക്ക് ബാങ്ക് നൽകാറുണ്ടല്ലേ. കാർ ലോണ്, ഹൗസ് ലോണ്, പേഴ്സണൽ ലോണ്, അങ്ങനെ പല ആവശ്യത്തിന് പലതരം ലോണുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ലോണിനൊക്കെ പലതരം ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കും. എന്നാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ജനങ്ങള് ബാങ്കില് തുക ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ജനങ്ങൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്താൽ എന്ന് മനസ്സിലാക്കുക. ഞാൻ 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്നിൽ നിന്നും ഈടാക്കുന്നത് 10% പലിശയാണ് എന്നുണ്ടെങ്കിൽ അതേ 1 ലക്ഷം രൂപ ഞാൻ അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഫിക്സഡ് ആയിട്ട്, എങ്കിൽ എനിക്ക് ബാങ്ക് 6% തരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിന് ലാഭമൊന്നുമില്ലല്ലോ. ഞാൻ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തു, 10% ബാങ്ക് എന്റെ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നതെന്ന് വെച്ചോളൂ. അതേ 1 ലക്ഷം രൂപ ഞാൻ സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്ന് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. ബാങ്ക് എനിക്ക് 15% ഇൻട്രസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5% ലാഭവും ബാങ്കിന് നഷ്ടമാണ്. ബാങ്ക് പൂട്ടിപ്പോവും. അങ്ങനെയല്ല. ബാങ്കിന്റെ പ്രധാന വരുമാനം എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാശുണ്ടല്ലോ, ആ കാശിനെ തന്നെയാണ് ബാങ്ക് ജനങ്ങൾക്ക് ലോണായിട്ട് കൊടുക്കുന്നത്. ആ ലോണായിട്ട് കൊടുക്കുമ്പോൾ ബാങ്ക് അധികമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഈടാക്കും. നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും തരുന്നത്. ഈ വ്യത്യാസത്തിൽ നിന്നുമാണ് ബാങ്ക് കാശുണ്ടാക്കുന്നത് എന്ന് ഓർത്തോളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് 6% എങ്കിൽ തിരിച്ച് ബാങ്ക് ജനങ്ങൾക്ക് അതേ 1 ലക്ഷം രൂപയ്ക്ക് 10% പലിശയാണ് ഈടാക്കുന്നതെങ്കിൽ 4% ബാങ്കിന് ലാഭം അഥവാ അസറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാശ് എപ്പോഴും ലയബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ ബാങ്കിന്റെ ബാധ്യത. എന്നാൽ ഈ ക്യാഷ് ബാങ്ക് ജനങ്ങൾക്ക് ലോണായിട്ട് നൽകുന്നത് ബാങ്കിന്റെ അസറ്റ് ആണ്. ബാങ്ക് അതിൽ നിന്നുമല്ലേ ലാഭം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അസറ്റ് എന്നുമാണ് അത് അറിയപ്പെടുന്നത്.
അപ്പോ ലയബിലിറ്റി എന്ത് എന്നാൽ ബാങ്കിന്റെ ബാധ്യത, ജനങ്ങൾക്ക് തിരിച്ച് നൽകേണ്ടുന്ന കാശും. അസറ്റ് എന്ത് എന്നാൽ ബാങ്ക് ലോണായിട്ട് നൽകിയിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുമല്ലോ, അത് ബാങ്കിന്റെ അസറ്റ് എന്നും മനസ്സിലാക്കണം. എങ്കിൽ ഈ ബാങ്കുകളുടെ മേൽ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിന്റെ നിയന്ത്രണ ദണ്ഡ്, കൺട്രോള് എപ്പോഴും ഉണ്ടാകും എന്നും നിങ്ങൾ ഓർക്കണം. അതാണ് RBI മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്ന്, പണപ്പെരുപ്പം ഉണ്ടാവാതിരിക്കാൻ, പിന്നെ ബാങ്കുകൾ ഈ ജനങ്ങളെ ഊറ്റി കൊള്ള ലാഭം ഉണ്ടാക്കാതിരിക്കാൻ, എല്ലാത്തിന്റെ മുകളിൽ ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ എക്സ്ട്രീം കൺട്രോള് ഉണ്ടാകും എന്ന് ഓർത്തോളൂ. ജനങ്ങള് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ബാങ്കുകളെ സമീപിക്കുന്നത് പോലെ ഈ ബാങ്കുകൾക്ക് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ഈ ബാങ്കുകൾ സമീപിക്കുന്നത് ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിനെ ആയിരിക്കും. അങ്ങനെ റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് പല ആവശ്യങ്ങൾക്കായി പല ടൈപ്പ് വായ്പകൾ നൽകാറുണ്ട്. ഈ ബാങ്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. അതിനൊക്കെ ഇൻട്രസ്റ്റും ഈടാക്കാറുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഇൻഫ്ലമേഷൻ, പണപ്പെരുപ്പത്തിന് അനുസരിച്ച് കൂട്ടിയും കുറച്ചും റിസർവ് ബാങ്ക് അഡ്ജസ്റ്റ് ചെയ്യും എന്നും ഓർത്തോളൂ. അതാണ് RBI മോണിറ്ററി പോളിസി ടൂൾസ് എന്നറിയപ്പെടുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, MSF, SDF, NDTL തുടങ്ങിയവ. നമുക്ക് ഓരോന്നായിട്ട് വ്യക്തമായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ത് എന്നാൽ റീപർച്ചേസിംഗ് ലോണിന്റെ റേറ്റ് ആണ്. അത് കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. റിസർവ് ബാങ്കിൽ നിന്നും പൊടുന്നനെ എടുക്കുന്ന ലോണാണ് റിപ്പോ ലോണ്. അതിന് ഈടാക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റും എന്നും ഓർത്തോളൂ. ബാങ്കുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്ക് റിസർവ് ബാങ്കിനെ ആശ്രയിക്കും. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ തിരിച്ചടയ്ക്കാം. പൊടുന്നനെ ലോണ് വേണം റിസർവ് ബാങ്ക്. അതാണ് റിസർവ് ബാങ്കിൽ നിന്നും പൊടുന്നനെ എടുക്കുന്ന ലോണ്. പെട്ടെന്നൊരു വ്യാപാരി വന്നിട്ട് 1000 കോടിയോ 2000 കോടിയോ ലോണായിട്ട് ചോദിക്കുന്നു. ബാങ്കിന്റെ ഇപ്പൊ കൊടുക്കാനായിട്ട് കാശില്ല. കാശ് മറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. അപ്പോ ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് ലോൺ ചോദിക്കും. റിസർവ് ബാങ്ക് പെട്ടെന്ന് തന്നെ ലോൺ കൊടുക്കും. അതാണ് റിപ്പോ ലോണ്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന ലോണുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചടക്കേണ്ടിയും വരും എന്ന് ഓർത്തോളൂ. റിപ്പോ, റിസർവ് ബാങ്ക് പെട്ടെന്ന് കൊടുക്കുന്ന ലോണ് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കണം. മാക്സിമം 2 ആഴ്ച അഥവാ 14 ദിവസമാണ്. അതിലെ റീപോയില് റീ എന്നാൽ 2 ആഴ്ച എന്നും ഓർത്തോളൂ. ഇങ്ങനെ കൊടുക്കുന്ന ലോണുകൾക്ക് റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കാറുമുണ്ട്. 2 ആഴ്ച കൊണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് കൊടുക്കുന്നതല്ലേ. അപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കും. 2 ആഴ്ച കഴിഞ്ഞ് നീ വന്ന് തിരിച്ച് ആ പൈസ അടയ്ക്കുമ്പോൾ ഞാൻ തിരിച്ച് തരാം എന്ന് പറയും എന്നും ഓർത്തോളൂ. എങ്കിൽ 2026 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും റിസർവ് ബാങ്ക് ഇപ്പോൾ ഈടാക്കുന്ന റിപ്പോ റേറ്റ് എത്രയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.25% ആണ്. ഓർക്കാൻ എളുപ്പമുണ്ടല്ലേ. 5ഉം അതിന്റെ സ്ക്വയർ 25ഉം അല്ലേ. അതാണ് 5.25%. 5 25 എന്ന് ഓർത്തോളൂ. റിപ്പോ റേറ്റ് എന്നാൽ റീപർച്ചേസിംഗ് റേറ്റ് എന്നും ഓർത്തോളൂ. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ എന്ന് ചോദിക്കും. നിങ്ങൾ പറയണം റിസർവ് ബാങ്ക് കൂട്ടും റിപ്പോ റേറ്റ്. കാരണം എന്ത് എന്നാൽ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കയ്യിലും റിസർവ് ബാങ്കിന്റെ അണ്ടറിലുള്ള ബാങ്കുകളുടെ കയ്യിലുമൊക്കെ ധാരാളം പണം കുന്നുകൂടും. വാല്യൂ ഒന്നും കാണില്ല. അപ്പോ ഈ പണമെല്ലാം തിരിച്ച് റിസർവ് ബാങ്കിലോട്ട് കൊണ്ടുവരണം. അതിനെ കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും റിപ്പോ റേറ്റ് കൂട്ടും റിസർവ് ബാങ്ക്. അപ്പൊ ബാങ്കുകൾ കൂടുതൽ പലിശ റിസർവ് ബാങ്കിന് നൽകേണ്ടി വരും. പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാനാണ് RBI മോണിറ്ററി പോളിസി ടൂൾസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോ പണപ്പെരുപ്പം അധികമായിട്ട് വരുമ്പോൾ അത് വലിയൊരു വിഷയമാണല്ലേ. 5 കിലോ അരിയേ ഉള്ളൂ, 50 ആൾക്കാരുണ്ട്. ഈ 50 പേരുടെയിലും ഒരു കോടിക്കണക്കിന് പൈസയുണ്ട്. എങ്കിൽ ഇതിന് വല്ല വാല്യൂ ഉണ്ടോ? കാരണം സാധനങ്ങൾക്കനുസരിച്ച് പണം ഉണ്ടാകുമ്പോൾ മാത്രമേ മൂല്യം ഉണ്ടാവൂ. പണം ധാരാളം അടിച്ചിറക്കിയാൽ നാട് മുടിഞ്ഞു പോകും. സിംബാബ്വേയിലെ റോബർട്ട് മുഗാബെ ആണെന്ന് തോന്നുന്നു. പുള്ളിയൊക്കെ ചെയ്ത പരിപാടി ഓർത്താൽ മതി. അവസാനം ഒരു ബ്രെഡൊക്കെ മേടിക്കാൻ വേണ്ടി ആൾക്കാർ ചാക്ക് കണക്കിന് പൈസയും കൊണ്ടാണ് പോയത്. നാട് നശിച്ചു പോയി. പിന്നെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് കൂട്ടും എന്ന് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ്, ഈ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് ഓർത്തോളൂ. ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കുന്നത് അതും ഷോർട്ട് ടൈമിലേക്കാണ് എന്നുണ്ടെങ്കിൽ റിപ്പോ റേറ്റും, അതുപോലെ ഷോർട്ട് ടൈമിലേക്ക് ഈ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
അതിനെ റിവേഴ്സ് റിപ്പോ റേറ്റും എന്ന് പറയുന്നു. അങ്ങനെ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് പലിശ നൽകാറുണ്ട്. ആ പലിശ കുറവായിരിക്കും അല്ലെ. നമ്മുടെ സാധാരണ ജനങ്ങളെ വെച്ച് ഓർത്താൽ മതി. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്കും അതിന് പലിശ അവർ കൂടുതൽ മേടിക്കും. നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കും. എങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ബാങ്കുകൾ കൊണ്ടുവന്ന് ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്കിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ബാങ്കുകൾ അവിടെ നിന്ന് കടമെടുക്കുമ്പോഴത്തേക്കും റിസർവ് ബാങ്ക് കൂടുതൽ പലിശ ഇങ്ങോട്ട് മേടിക്കും. തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പലിശയെ കൊടുക്കത്തുള്ളൂ. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നും ഓർത്തോളൂ. അതും 2 ആഴ്ച കാലഘട്ടത്തേക്കായിരിക്കും മാക്സിമം ഇവര് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 2026 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 3.35% ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നും ഓർത്തോളൂ. എങ്കിൽ പണപ്പെരുപ്പം ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുമോ കുറയുമോ എന്ന് ചോദിക്കും. അപ്പോഴും കൂടും എന്ന് പറയണം. റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ 3.35% അല്ലേ, ഞാൻ 5 രൂപ 5% വെച്ച് തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 100-ന് റിസർവ് ബാങ്ക് ഈ ബാങ്കുകളെല്ലാം കൊണ്ടുവന്നിട്ട് റിസർവ് ബാങ്കിലോട്ട് മാക്സിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അവിടെ കിടക്കുന്ന എമൗണ്ട് മാക്സിമം റിസർവ് ബാങ്കിലേക്ക് വലിക്കാനായിട്ട് പറ്റും. കുറച്ച് കൂടുതൽ റിവേഴ്സ് റിപ്പോ റേറ്റ് കൊടുത്താൽ മതി എന്ന് ഓർത്തോളൂ. അപ്പൊ പണപ്പെരുപ്പം വരുമ്പോ റിവേഴ്സ് റിപ്പോ റേറ്റും കൂടും. അങ്ങനെയെങ്കിൽ ഇനി നോക്കേണ്ടതാണ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതും റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന ലോൺ തന്നെയാണ്. റിപ്പോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്ക് പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ട് പൊടുന്നനെ നൽകുന്ന ലോണ്. അതിൽ റീ എന്നാൽ 2 ആഴ്ച കൊണ്ട് അടച്ചു തീർക്കണം. 1 മുതൽ 14 ദിവസം കൊണ്ടാണ് അടച്ച് തീക്കേണ്ടത്. റിസർവ് ബാങ്ക് പൊടുന്നനെ നൽകുന്ന ലോണ് 5.25% ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ കൊളാട്രൽ ഈട് നൽകേണ്ടതുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്. എങ്കിൽ ബാങ്ക് റേറ്റ് ലോണ് എന്നാൽ ഇങ്ങനെ ഓർത്തോളൂ, സാവകാശം ബാങ്കിന് അടയ്ക്കാനായി നൽകുന്ന ലോണുകൾ. ഇവിടെ സാവകാശം അടച്ചാൽ മതി, പതിയെ അടയ്ക്കുന്നു എന്നുള്ളപ്പോഴത്തേക്കും നിങ്ങൾ വന്ന് ഈടൊന്നും നൽകണ്ട, കൊളാട്രൽ നൽകണ്ട, അഥവാ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒന്നും നൽകണ്ട. പക്ഷേ റിപ്പോ റേറ്റിനെക്കാളും കുറച്ചും കൂടെ പലിശ അധികം നൽകണം. കാരണം സാവകാശമാണ് അടയ്ക്കുന്നത്, അപ്പോ പലിശ കൂടുതലാവും എന്ന് ഓർത്തോളൂ. യെസ്, 5.50% ആണ് 2026 ഫെബ്രുവരി സമയത്തുള്ള ബാങ്ക് റേറ്റ് എന്നും ഓർത്തോളൂ. റിപ്പോ ആണെന്നുണ്ടെങ്കിൽ 5ഉം 5ന്റെ സ്ക്വയറും 5.25. എങ്കിൽ ബാങ്ക് റേറ്റില് ഒരു 25% കൂടെ കൂടി 5.50. റിപ്പോ റേറ്റ് ഓർക്കാൻ 5, 5ന്റെ സ്ക്വയർ 25. ബാങ്ക് റേറ്റിലോട്ട് വരുമ്പോൾ ഒരു 25% കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും തമ്മിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ റിപ്പോ എന്നാൽ ഷോർട്ട് ടൈം ആണ്, റിസർവ് ബാങ്ക് പൊടുന്നനെ അടയ്ക്കാനായി നൽകുന്ന ലോൺ എന്നാണ് ഞാൻ പറഞ്ഞത്. RE എന്നാൽ 2 ആഴ്ചത്തേക്ക്, യെസ്, റീപർച്ചേസിംഗ് ലോൺ ആണ്. എങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവകാശം ബാങ്കിന് അടച്ചാൽ മതി, അപ്പോൾ ലോങ് ടൈം ആണ്, സമയമെടുത്ത് സാവകാശം അടച്ചാൽ മതി. എങ്കിൽ ബാങ്ക് റേറ്റ് ലോണിന് വന്നിട്ട് പലിശ കൂടുതലാണ്. റിപ്പോ റേറ്റിന് 5.25 5.25% ആണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് റേറ്റ് ലോണിന് 0.25 കൂടെ കൂട്ടി ഇപ്പോ 5.50% ആണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് റേറ്റ് ലോണിന് സെക്യൂരിറ്റി ഒന്നും കൊടുക്കണ്ട, പലിശ കൂടുതലല്ലേ. എങ്കിൽ റിപ്പോ റേറ്റ് ലോണിന് സെക്യൂരിറ്റി കൊളാട്രൽ നൽകണം എന്നും ഓർത്തോളൂ. അപ്പോ ഇത്രയുമാണ് ബാങ്ക് റേറ്റ് ലോണിൽ നിന്നും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് NDTL, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എന്തെന്നാണ് അടുത്ത് നോക്കാനുള്ളത്. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് അഥവാ NDTL. ഒന്നും ഇല്ല സുഹൃത്തുക്കളെ, ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ലയബിലിറ്റീസ്, ബാങ്കിന്റെ ബാധ്യത എന്ത് എന്നാൽ ബാങ്കിലെ കസ്റ്റമേഴ്സ് അവിടെ നിക്ഷേപിക്കുന്ന തുകകൾ എപ്പോഴാണെങ്കിലും ബാങ്ക് തിരിച്ചു നൽകേണ്ടതാണ്, അത് ബാങ്കിന്റെ ബാധ്യതയാണ് എന്ന്. 2 തരം നിക്ഷേപങ്ങൾ ഉണ്ടാകും, ഡിമാൻഡ് ഡെപ്പോസിറ്റും ടൈം ഡെപ്പോസിറ്റും. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ത് എന്നാൽ കസ്റ്റമേഴ്സിന് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ ആരെങ്കിലും കാശ് അയച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന്റെ സാലറി ക്രെഡിറ്റ് ആവും. അതൊക്കെ വന്നിട്ട് കസ്റ്റമേഴ്സിന് എപ്പോ വേണമെങ്കിലും പിൻവലിക്കാം, ഡിമാൻഡ് ഉള്ള സമയത്ത് പിൻവലിക്കാം, അതാണ് ഡിമാൻഡ്. എങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ത് എന്നാൽ കസ്റ്റമേഴ്സ് ഒരു നിശ്ചിത കാലയളവിലേക്കായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിന് ബാങ്ക് പലിശ കൊടുക്കും, അത് കൃത്യ കാലാവധി കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് പിൻവലിക്കത്തുള്ളൂ. അതിന് മുന്നേ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് ഫൈനും കൊടുക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളെല്ലാം ബാങ്കിന്റെ ലയബിലിറ്റീസ് ആണ്.
അഥവാ ബാങ്കിന്റെ ബാധ്യതയാണ്. ടൈം എടുത്ത് തിരിച്ചു നൽകേണ്ട ബാധ്യതകളുമുണ്ട്, ഡിമാൻഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ തിരിച്ചു നൽകേണ്ട ബാധ്യതകളുമുണ്ട്. അങ്ങനെ ബാങ്കിന്റെ ഈ ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസിൽ നിന്നും ഈ ബാങ്കിന് മറ്റു ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ, അത് അസറ്റ് ആണല്ലേ, ആ അസറ്റും കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ബാങ്ക് നൽകാനുള്ള ബാധ്യത അത് ടൈം ആണെന്നുണ്ടെങ്കിലും ഡിമാൻഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ബാങ്ക് തിരിച്ചു നൽകാനുള്ള ബാധ്യത 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ മറ്റു ബാങ്കുകളിൽ നിന്നുള്ള ബാങ്കിന്റെ അസറ്റ് 20 രൂപ, അത് ബാങ്കിന്റെ അസറ്റ് ആണ്. ആ 20 രൂപ, ആ 100ൽ നിന്നും ഈ 20 രൂപ കുറച്ച് കിട്ടുന്ന 80 രൂപയായിരിക്കും ബാങ്കിന്റെ നെറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് ഓർത്തോളൂ. ഇത്രയേ ഉള്ളൂ. ഇത് പ്രകാരമായിരിക്കും CRR, SLR എന്നിവ നിശ്ചയിക്കുന്നതെന്നും ഓർത്തോളൂ. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് CRR-ഉം SLR-ഉം ആണ്. CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഒന്നുമില്ല കരുതൽ പണം, അത്ര തന്നെ. ഞാൻ പറഞ്ഞു ബാങ്കിന്റെ കസ്റ്റമേഴ്സ്, നിക്ഷേപകർ അവിടെ കാശ് നിക്ഷേപിക്കാറുണ്ട്. അവര് 500 രൂപയാണ് നിക്ഷേപിച്ചതെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് എടുത്തിട്ടായിരിക്കും ബാങ്ക് ലോൺ രൂപേണ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും അധികം ഇൻട്രസ്റ്റിൽ വന്നിട്ട് ലാഭം ഉണ്ടാക്കുന്നത്. 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ 500 രൂപയും ലോൺ രൂപേണ കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലേ. നാളെ അവർ തിരിച്ചു വന്ന് ആ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. അങ്ങനെയുള്ള അവസരത്തിൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം കരുതൽ പണം മാറ്റിവെക്കണം. 2 രീതിയിലാണ് മാറ്റിവെക്കേണ്ടത്. ഒന്ന് CRR ക്യാഷ് റിസർവ് റേഷ്യോ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ C എന്നാൽ ക്യാഷ് എന്നും R എന്നാൽ റിസർവ് എന്നും അവസാനത്തെ R റേഷ്യോയ്ക്ക് പകരം റിസർവ് ബാങ്ക് എന്നും പഠിച്ചോളൂ. റിസർവ് ബാങ്കിൽ റിസർവ് ചെയ്ത് വെക്കേണ്ട ക്യാഷ് അവരുടെ ബാങ്കിന്റെ ആകെ ആസ്തിയുടെ ഇപ്പോഴത്തെ നിരക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 3% റിസർവ് ബാങ്ക് ക്യാഷ് രൂപേണ ഇങ്ങ് മേടിച്ചു വെക്കും. ഒരു കരുതലിന് ഇതിവിടെ ഇരിക്കട്ടെ. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതിലെ ആദ്യത്തെ അക്ഷരം C ആണ് CRRന്റെ. ആ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിലെ 3ാമത്തെ അക്ഷരമാണ്. അപ്പൊ അത് വെച്ചിട്ട് കോടി രൂപേണ ഓർത്തിരിക്കൂ. ഇപ്പൊ വന്നിട്ട് 3% ഇൻട്രസ്റ്റ് റേറ്റ്. ആദ്യത്തെ C ആണ്, ആ 3 എന്നും ഓർത്തോളൂ. എങ്കിൽ രണ്ടാമത്തത് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് ബാങ്ക് തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. റിസർവ് ബാങ്കിലൊന്നും കൊണ്ടുപോയി സൂക്ഷിക്കേണ്ട കാര്യമല്ല. ബാങ്ക് തന്നെ അവരുടെ ഇതിൽ സൂക്ഷിക്കണം. അവരുടെ ആകെ വന്നിട്ട് ആസ്തിയുടെ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 18% അവർ സൂക്ഷിക്കേണ്ടത്. ക്യാഷ് രൂപേണ സൂക്ഷിക്കേണ്ട ആവശ്യം ഇല്ല എന്നും ഓർത്തോളൂ. ആ ബാങ്കിന്റെ അക്കൗണ്ടിൽ സൂക്ഷിക്കുമ്പോഴത്തേക്കും 18%, ആകെ ആസ്തിയുടെ 18% ക്യാഷ് രൂപേണ സൂക്ഷിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അപ്പൊ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നിന്ന് സെക്യൂരിറ്റി രൂപേണ ആയിരിക്കും കൂടുതലും അവര് സൂക്ഷിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് നമ്മൾ സെക്യൂരിറ്റി മേടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കാശിന് കുറവ് വരുന്ന സമയത്ത് സെക്യൂരിറ്റീസ് ഒക്കെ വിൽക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ സെക്യൂരിറ്റീസ് മേടിച്ചു കഴിഞ്ഞാൽ 100 രൂപയ്ക്കുള്ള സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 10 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും എന്നുണ്ട് എങ്കിൽ, അതുപോലെ ബാങ്ക് അവരുടെ 18% മൂലധനം മാറ്റി വെക്കുന്ന ആ എമൗണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് മേടിച്ച് വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും കാശ് ജനറേറ്റ് ആവുമല്ലേ. അപ്പോ SLR എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പോഴത്തെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18%. SLRന്റെ ലാസ്റ്റ് ലെറ്റർ R ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 18ാമത്തെ ലെറ്റർ ആണ് R അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. SLR എന്നാൽ 18 18% ബാങ്കിന്റെ ആസ്തിയുടെ മാറ്റി വെക്കേണ്ടത്. എങ്കിൽ CRR എന്നാൽ ആദ്യത്തെ ലെറ്റർ C ആണ്. 3% മാറ്റി വെക്കേണ്ടത്. CRRന് വന്നിട്ട് റിസർവ് ബാങ്ക് പലിശയൊന്നും ബാങ്കുകൾക്ക് നൽകാറില്ല. എങ്കിൽ പണപ്പെരുപ്പം ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് SLR ആണെന്നുണ്ടെങ്കിലും CRR ആണെന്നുണ്ടെങ്കിലും റിസർവ് ബാങ്ക് കൂട്ടും. മാറ്റിവെക്കേണ്ടത് ചിലപ്പോൾ 25% അല്ലെങ്കിൽ CRR വന്നിട്ട് 10% ഒക്കെ മാറ്റി വെക്കണമെന്ന് ഡിമാൻഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണം ചുമ്മാ ഒഴുകുകയാണ് ബാങ്കിലും ജനങ്ങളുടെ കയ്യിലും. അത് മാക്സിമം റിസർവ് ബാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അങ്ങനെയെങ്കിൽ MSF എന്ത് എന്നാൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണ് കമ്പാരിറ്റീവ്ലി റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ എടുക്കുന്ന ലോണിൽ ഏറ്റവും കൂടിയ റേറ്റിന് സാധാരണയായിട്ട് റിസർവ് ബാങ്ക് നൽകാറുള്ളത്. അതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ ബാങ്കിന്റെ മാറ്റിയിരിപ്പായിട്ടുള്ള ഈ ലിക്വിഡിറ്റി എമൗണ്ട് ഉണ്ടല്ലോ, ഞാനിപ്പോ പറഞ്ഞ SLR, അതൊക്കെ എപ്പോഴെങ്കിലും ഡ്രൈ ആവുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ബാങ്കുകൾക്ക് കാശ് ആവശ്യം വരും. അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടത്തിൽ റിസർവ് ബാങ്കിൽ നിന്നും എടുക്കുന്ന എമൗണ്ട് ആയിരിക്കും MSF. മസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഫണ്ട് എന്ന് ഓർത്തോളൂ, MSF. അങ്ങനെ ഈ സമയത്ത് MSF എടുക്കുമ്പോഴത്തേക്കും റിസർവ് ബാങ്ക് ഹൈ ആയിട്ടുള്ള ഇൻട്രസ്റ്റിലായിരിക്കും നൽകുന്നത്. 5.50% ഇപ്പോ MSF
ബാങ്ക് റേറ്റിന്റെ അതേ സെയിം റേറ്റിലാണ് ഇപ്പോൾ MSF ഉള്ളത്. പക്ഷേ ബാങ്ക് റേറ്റിനെക്കാളും സാധാരണയായിട്ട് MSF കൂടാനാണ് ചാൻസ്. അല്ല എന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കും എന്ന് ഓർത്തോളൂ. ഇൻഫ്ലമേഷൻ പണപ്പെരുപ്പം ഉള്ള സമയത്ത് MSFന്റെ റേറ്റും കൂടുതലായിരിക്കും. കാരണം നാട്ടില് ധാരാളം പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്ക് വഴി മാത്രമേ അത് വന്നിട്ട് റിസർവ് ബാങ്കിന് എടുത്ത് പണപ്പെരുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. അത് മാത്രമല്ല യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.